ബാലരാമപുരം ദേവേന്ദുവിന്റെ കൊലപാതകത്തിലെ ദുരൂഹതകൾ അകറ്റാൻ പ്രതി ഹരികുമാറിനെയും അമ്മ ശ്രീതുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ്. അതിനിടെ 30 ലക്ഷത്തോളം രൂപ ശ്രീതു തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ പ്രതി അമ്മാവനുമായ ഹരികുമാറിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. റിമാൻഡിൽ കഴിയുന്ന ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് പോലീസ് ഇന്നലെ അപേക്ഷ നൽകിയിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്തെന്ന് കണ്ടെത്താൻ കഴിയൂ. മനഃശാസ്ത്ര വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ അമ്മയ്ക്കുള്ള പങ്ക് പോലീസ് തള്ളിയിട്ടില്ല. ശ്രീതുവിന്റെ അറസ്റ്റിനെ തുടർന്ന് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതിൽ അമ്മാവൻ ഹരികുമാറിനപ്പുറം മറ്റൊരാളുടെ പങ്കിന് ഇതുവരെ പോലീസിന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷേ ഹരികുമാർ പറയുന്ന കാരണത്തിലും അമ്മ ശ്രീതുവിന്റെ മൊഴികളിലും പോലീസിന് പൂർണ്ണ വിശ്വാസവുമില്ല. അതിനാൽ കൂട്ടുപ്രതികൾ ഉണ്ടോ എന്നും യഥാർത്ഥ കാരണവും ഉറപ്പിക്കലാണ് 2ാം ഘട്ട അന്വേഷണത്തിന്റെ ലക്ഷ്യം. ഹരികുമാറിനെ നാളെയും ശ്രീതുവിനെ മറ്റന്നാളും കസ്റ്റഡിയിൽ ലഭിക്കും. ബുധനാഴ്ച മുതൽ 2 പേരെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഹരികുമാറിന് ശ്രീതുവിനോടുള്ള പ്രത്യേക താല്പര്യം, ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ, കൊല നടന്ന രാത്രി ആ വീട്ടിൽ സംഭവിച്ചതെന്ത്, ഈ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാവും ചോദ്യം ചെയ്യുന്നത്.